റേസ് റേസ് ആണ് ചോദിക്കുന്നത്, റേസ് ബ്രദറിന്. ഈ കേരളത്തില് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള മുസ്ലിം സംഘടനകളിൽ തൗഹീദിൽ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞൊരു പ്രസ്താവന നിങ്ങൾ നടത്തേണ്ടായി. അപ്പം അതിന്റെ റെഫറൻസ് ഒന്ന് തരാമോ എന്നറിയാം. എന്താ ബ്രദറെ ചോദിച്ചേ? ചോദ്യം മനസ്സിലായായിരുന്നോ? ഇല്ല ഇല്ല, ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. ഞാൻ അതായത് ലോ വോളിയത്തിലൊക്കെ. കേരളത്തിലെയോ അതല്ലെങ്കിൽ പൊതുവെയോ മുസ്ലിം സമൂഹത്തിനിടയിൽ ഓരോ സംഘടനകൾ വ്യത്യാസപ്പെട്ട് തൗഹീദിൽ വ്യത്യാസം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതിന്റെ റെഫറൻസ് ഒന്ന് തരാമോ? ആരാ ഞാൻ പറഞ്ഞ വിഷയത്തിലാണോ അതോ JCB ബ്രദർ പറഞ്ഞ വിഷയത്തിലാണോ? അല്ല, ഈ ഗ്രൂപ്പിൽ നടന്ന വിഷയമാണ്. അതിപ്പോ ആരെന്തോ അങ്ങനെ ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അല്ല, ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞൊരു വിഷയമാണെന്നുണ്ടെങ്കിൽ ഞാനത് പർട്ടിക്കുലർ ആയിട്ട് അഡ്രസ് ചെയ്യാം. കാരണം വെച്ചാല് ഞാൻ ഒരു അല്ല, കാര്യം ഇത് പറഞ്ഞിരുന്നു. ഇനി നിങ്ങൾ അതായത് പറഞ്ഞ വിഷയമല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പൊതുവെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നിങ്ങളുടെ മറ്റൊരു പാസ്റ്റർ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പൊ അത് പ്രകാരം തൗഹീദിൽ വ്യത്യാസമുണ്ട്. അത് ആർക്ക് വ്യത്യാസമുണ്ട്? ഓരോ സംഘടനകൾ അനുസരിച്ച് വ്യത്യാസമുണ്ട് എന്ന് പറയുന്നതിന്റെ റെഫറൻസ്. ഓക്കെ, ഞാൻ രണ്ടു മൂന്ന് സാഹചര്യം ഞാൻ പറയാം. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒന്ന്, ജനറൽ ആയിട്ട് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ഒരു ബഹുഭൂരിപക്ഷം പറയുന്ന ഒരു തൗഹീദ്, അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു ഡിക്ലറേഷൻ, അതിൽ ആ ഒരു ആരൊക്കെ കലിമ. ഉൾപ്പെടുമെന്ന് പറയോ? അതിൽ ആരൊക്കെ ഉൾപ്പെടുമെന്ന് രണ്ടാമത്, പറയോ? അതിനകത്ത് എനിക്ക് വന്ന സുന്നി മുസ്ലിംസും ഷിയാക്കളും ആണെന്ന് തോന്നുന്നു മെയിൻ ആയിട്ട്. പക്ഷെ ഈ ഷിയാക്കൾ പെടില്ല. ഷിയാക്കൾ പെടില്ല അല്ലെ? ഓക്കെ. പിന്നെ വേറൊരു ഷിയാക്കൾക്ക് ഗ്രൂപ്പ് വേറെ ഉണ്ട്. ലൈനും കൂടെ എന്റെ കൂടെ ഉണ്ട്. അതെ, രണ്ടാമത് വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. അവര് ഈ മുഹമ്മദിനെ ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവര് പറയുന്നത് മുഹമ്മദിനെ കൂടെ അള്ളാഹുവിനോടൊപ്പം ചേർത്ത് വെക്കുമ്പോൾ അത് ഷിർക്കാണെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് ആ വിഭാഗത്തിന്റെ പേര്? ബ്രദറെ, ഞാന് അദ്ദേഹത്തിന്റെ പേര് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഒരു വ്യക്തിയായിട്ട് പറയുന്നതല്ല, ഒരു എനിക്ക് ഒന്ന് അല്ല, ഖുറാനിസ്റ്റ് ആയിരിക്കാം, അദ്ദേഹത്തിന്റെ അല്ല, എനിക്കറിയത്തില്ല. ആ സംഘടന ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സംഘടന ഉണ്ടാവുമല്ലോ. നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം. അത് ഞാൻ ഒരു മിനിറ്റ്, ഞാൻ എല്ലാം തന്നെ ഓരോ ഒരു മിനിറ്റ്. സംഘടനകളിലായിട്ട് പെട്ടെടുക്കണയാണല്ലോ, ഓരോ സംഘടനകളായിട്ടാണല്ലോ ഓരോ ഇത് പറയണത്. പക്ഷെ തൗഹീദിൽ വ്യത്യാസം ഉണ്ടാവൂലാണ് എന്റെ അറിവ്. അപ്പൊ ആ അല്ല, അറിവ് റൈസ് തൗഹീദിൽ വ്യത്യാസമുണ്ട്. അത് സുന്നികൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് ഓക്കെ റസൂലുള്ളാഹി ഓക്കെ എന്ന് ഓക്കെ. പറയുമ്പോൾ ഈ ഞാനിത് പറയുന്ന കേട്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കുന്ന കാര്യം ഞാൻ പറയാം. സം ഖുറാൻ ഓൺലി ടീം ബിലീവ് ദ ഷഹാദ ഈസ് ഷിർക്ക് ബിക്കോസ് ഇറ്റ് ടേക്സ് അലോങ് മുഹമ്മദ് വിത്ത് അല്ല. ഇത് ഞാൻ എന്റെ നോട്ടിൽ ഒരു സൈഡ് നോട്ടായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇത് സം ഖുറാൻ ഓൺലി ടീം എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോ ഈ ഖുറാൻ ഓൺലി ടീമിന്റെ ഒരു ഗ്രൂപ്പ്, അത് എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ നോട്ടിന്റെ ഒരു സൈഡ് നോട്ട്. ഇനിയിപ്പോ ഇത് ഞാൻ എപ്പോഴെങ്കിലും റെഫർ ചെയ്ത് താങ്കൾ കേട്ടതാണ് എങ്കിൽ ഇതിന്റെ ഒരു ഭാഗം ഇതാണ്. അതായത് ഖുറാനിൽ ഒത്തിരി ഭാഗങ്ങളിൽ ഈ അള്ളയും മുഹമ്മദും ഒരുമിച്ച് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഷഹാദത്ത് കലിമ മുതൽ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള. അപ്പൊ ഈ മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞെങ്കിൽ മാത്രമാണ് തൗഹീദ് പൂർണ്ണമാകത്തുള്ളൂ. ഇതാണ് ജനറൽ വിശ്വാസം മുസ്ലിങ്ങളുടെ. ഈ മുഹമ്മദ് റസൂലുള്ള എന്ന് അള്ളാഹുവിനോട് ചേർത്ത് പറയാതിരുന്നാൽ തൗഹീദ് പൂർണ്ണമാകത്തില്ല. എന്നാൽ ഈ തൗഹീദ് മുഹമ്മദ് ഇല്ലാതെ തന്നെ പൂർണ്ണമാകുമെന്ന് വിശ്വസിക്കുന്ന ചില ഖുറാൻ ഓൺലി ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഞാൻ എന്റെ ഈ നോട്ടിൽ ആ കാണുന്നത്. ഗ്രൂപ്പിന്റെ പേര് അറിയോ? ബ്രദറെ, സം ഖുറാൻ ഓൺലി ടീം എന്നാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ല, ഈ സം ഖുറാൻ ഓൺലി എന്ന് പറഞ്ഞാൽ കേൾക്ക്. പറഞ്ഞു അതാണ് ഞാൻ അല്ല, ഞാൻ പറഞ്ഞത്. എതിർത്തോണ്ട് അത്രയും ഡീറ്റെയിൽ സംസാരിക്കണല്ല. ഓക്കെ ഓക്കെ, മനസ്സിലായി. അതല്ല. ഞാൻ എഴുതി വെച്ചത് ജസ്റ്റ് നോട്ട് ചെയ്തു, ഞാൻ പർട്ടിക്കുലർ ആയിട്ട് എഴുതിയില്ല. അപ്പൊ ഖുറാൻ ഓൺലി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ അറിയാമല്ലോ, അതായത് ഹദീസ് അവര് ഉപയോഗിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഖുറാനിൽ ഷഹാദത്ത് കലിമ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഒന്ന് പറയുന്ന രീതിയിലുള്ള ഷഹാദത്ത് കലിമ ഇല്ല. അതിനകത്ത് ലാ ഇലാഹ ഇല്ലല്ല ഉണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് മുഹമ്മദ് റസൂലിന്റെ അള്ളായുടെ റസൂൽ ആണെന്നും പറയുന്നുണ്ട്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് കാണാൻ പറ്റുന്നത് ഹദീസുകളിലാണ്. ഇനി ഇതിന്റെ ഒരു ഓപ്ഷനോട് പറയാം. സുനിൽ ഡോക്ടർ കേൾക്കുന്നുണ്ടെങ്കിൽ താങ്കള് ഓർക്കുന്നുണ്ടോ ഈ ഒരു ഖുറാൻ? അതെ, ഞാൻ ആ പ്രസന്റ് കൊടുക്കാൻ പോവാണ് റയീസിന്. പ്രസന്റ് ലാസ്റ്റില്. അതെ. ഓക്കെ,
അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാല് ഇതിന്റെ ഒറിജിനൽ ഷഹാദത്ത് കലിമയും അതുപോലെ ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ പറയുന്നത് ഇങ്ങനെ പലതരത്തിലുള്ളത് ഉള്ളതിന്റെ റെഫറൻസ് ആണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ പറഞ്ഞത് ആണ് അദ്ദേഹം കേട്ടതെങ്കിൽ ഇതിനകത്ത് എന്റെ നോട്ടിൽ കാണിക്കുന്നത് സം ഖുറാൻ ഓൺലി. ഇനിയിപ്പോ ആരാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഉള്ളത് സം ഖുറാൻ ഓൺലി ടീം എന്നാണ് ഞാൻ നോട്ട് ഉണ്ടാക്കിയപ്പോ ഞാൻ അതിനകത്ത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാനത് മറന്നുപോയി ഏത് സൈറ്റിൽ നിന്നാണ് ഞാനിത് എടുത്തതെന്നുള്ളത് ഡീറ്റെയിൽ ഇല്ല. എനിവേ, സോ അങ്ങനെയുണ്ട്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതും അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരാം, അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോ നമ്മുടെ നോട്ട്സ് ഒക്കെ ഒന്ന് പുറകോട്ട് പോകണം എന്നുള്ളത് ഒരു കുഴപ്പമേ ഉള്ളൂ. പിന്നെ സുനിൽ ഡോക്ടറും ഒന്ന് പറഞ്ഞേരെ ഈ ഷഹാദത്ത് കലിമ വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കുന്ന ഗ്രൂപ്പിനെയും പറഞ്ഞേരെ. പിന്നെ ഓൾറെഡി ഒരു മെജോറിറ്റേറിയൻ ഗ്രൂപ്പ് ഉപയോഗിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ഒരു മെജോറിറ്റേറിയൻ ഗ്രൂപ്പ് കാണുന്നുണ്ട്. അങ്ങനെ 3 വിധത്തിൽ തന്നെ നമുക്ക് ഇത് കാണാനായിട്ട് പറ്റും. ചുരുങ്ങിയത് 3 വിധത്തിൽ കാണാനായിട്ട് പറ്റും. ഇനി ഇതിലും കൂടുതലുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അല്ല ബ്രദറെ, ഈ പറഞ്ഞ മുസ്ലിമുകളിലെ ഷിയ ഗ്രൂപ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള അലി വലിയുള്ള എന്ന് പറഞ്ഞാൽ മാത്രമേ അവരുടെ തൗഹീദ് പൂർണ്ണമാവുകയുള്ളൂ. അപ്പൊ അതെങ്ങനെയാ? റൈസ് അതല്ലേ ബ്രദറെ, റൈസ് ബ്രദറെ, ഞാൻ ഒറിജിനൽ തിരുത്തപ്പെടാത്ത അൺകറപ്റ്റഡ് ഷഹാദത്ത് കലിമ ദുനിയാവിലെ ഇപ്പൊ ആരും ചൊല്ലാത്ത ഷഹാദത്ത് കലിമ ഞാൻ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അന്തം വിട്ടു പോകുമ്പോൾ നിങ്ങളത് വായിച്ചു കഴിഞ്ഞാൽ ലിങ്ക് വിട്ടിട്ടുണ്ട്. അപ്പൊ അതിലെങ്ങനെയാന്ന് വെച്ചാ ഹിസ് സ്ലേവ് ആൻഡ് ഹിസ് മെസ്സഞ്ചർ അതുവരെയാണ് നിങ്ങൾ വായിക്കുന്നത് അല്ലെ? ദാറ്റ് മുഹമ്മദ് ഇസ് സ്ലേവ് ആൻഡ് മെസ്സഞ്ചർ, അതാണ് നിങ്ങളുടെ ലാസ്റ്റ്. പക്ഷെ അത് കറപ്റ്റഡ് ഇൻകംപ്ലീറ്റ് തിരുത്തപ്പെട്ട ഷഹാദയാണ്. ഞാൻ വെറും പറയുന്നതല്ല, ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വായിക്കുന്നത് ഒറിജിനൽ ഷഹാദയില് ദാറ്റ് ഈസ is his slave and messenger. Isa is a slave and messenger, and he is his word which he communicated to Maryam. അപ്പൊ ലാഹയുടെ വേർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളം പെട്ടെന്ന് കിട്ടാനുള്ള വചനം 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 ലാഹയുടെ വചനമാണ് ഈസ, which he communicated to Maryam, and his spirit എന്ന് പറഞ്ഞ റൂഹ്. അപ്പൊ ലാഹിന് ഒരു സ്പിരിറ്റ് ഉണ്ട്. ആ ലാഹയുടെ സ്പിരിറ്റ് ആണ് ഈസ, which he sent to her, that Jannah is true and hell is true. Allah will make him enter Jannah accepting whatever deeds he accomplished. ഇതാണ് പൂർണ്ണമായ തിരുത്തപ്പെടാത്ത അൺകറപ്റ്റഡ് ഷഹാദ. ഈ ഷഹാദ കലിമയാണ് അന്ന് കാലത്ത് ചൊല്ലിയിരുന്നത്. ഇപ്പൊ വന്നേക്കണത് നിങ്ങൾ ചൊല്ലണത് വേൾഡ് ഓവർ ഈസയുടെ ഭാഗം, മറിയത്തിന്റെ ഭാഗം, ജന്നയുടെ ഭാഗം, ഹെല്ലിന്റെ ഭാഗം അത് എടുത്തു കളഞ്ഞു, തിരുത്തപ്പെട്ടു. ഇതാണ് എന്റെ പ്രസന്റ് ഇവിടെ വന്ന് റൈസിന് വേണ്ടിയിട്ട്. വെറുതെ അല്ല, ഇത് ഹദീത്താണ്, സഹി ഹദീത്ത് 412. ഇത് നിങ്ങളുടെ മുഹമ്മദൻ ഫ്രണ്ട്സിനോട് നിങ്ങൾ ഇത് കാണിച്ചു കൊടുക്കുക. ആൻഡ് എതിർക്കാൻ പറ്റുകയാണെങ്കിൽ എതിർത്തോളൂ. നിങ്ങൾ ചെയ്യണത് തിന്മയാണ്, തെറ്റാണ്. ഓക്കെ റൈസ്. കുമ്പനാടെ ബൈബിളിലുള്ള ഏത് ഭാഗവും ഞങ്ങൾ വായിക്കാം, ഒരു കുഴപ്പമില്ല. ബ്രോ അത് കുമ്പനാട് എന്ന് പറഞ്ഞ ഇവനാ മുജാഹിദ് ഹോട്ടൽ, അവരൊന്ന് മേളിലോട്ട് എടുക്കാവോ? രസത്തിലാ, എടുക്കാവോ? വിളിച്ചിട്ടുണ്ട്. ഏത് ഭാഗവും വായിക്കാം ബ്രദറെ, നിങ്ങൾക്ക് ഏത് ഭാഗം വായിച്ചു കേൾക്കണോ ഒരു കുഴപ്പമില്ല. പക്ഷേ അല്ല, പെന്തോ ദൈവം ആരാ? ചാക്കോ, എന്റെ ചോദ്യം ചാക്കോനോടാണ്. പെന്തോ ദൈവം ആരാണ്? പെന്തോ ദൈവം ആരാണ് വെച്ചാൽ നീ ഇത് മുജാഹിദിന്റെ ഐഡിയയിലൂടെ ആരും ഇല്ല. അല്ലല്ല, പെന്തോ ചോദ്യത്തിന് മറുപടി പറഞ്ഞോ. പിന്നെ പാസ്റ്റല്ലോ ഒറ്റക്കേട്ട് തള്ളുന്നുണ്ടല്ലോ വലിയ എടാ നീ ചാക്കോ, നീ എന്റെ ഗുണ്ടകൾ അടമ്പടി ഇല്ലാതെ വലിയ വേറെ റൂമിൽ സംസാരിക്കുന്നില്ലല്ലോ. അതെന്താ ചാക്കോ അങ്ങനെ?
ചാക്കോ, 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 ഇപ്പൊ നിന്റെ നാവ് അടങ്ങിയോ? നിന്റെ നാവ് അടങ്ങി ഇപ്പോഴേ? എവിടെ പോയി നിന്റെ ശബ്ദം ഇത്ര നേരം? ഒരു മിനിറ്റ്, വേറെ ആരും ഏഹ് വേറെ ചാക്കോ അല്ല, പാസ്റ്റർ, ചാക്കിന്റെ നാവ് അടങ്ങിയോ ഇപ്പോഴേ? ചാക്കോ പാസ്റ്റർ ഇത് ഉണ്ട കഴിഞ്ഞോ വായിലിപ്പോ? ഉണ്ട കഴിഞ്ഞിട്ടോ ഇപ്പൊ എന്റെ വായിലിപ്പോ? അണ്ണാക്കിൽ ഉണ്ട വാരിട്ടോ ഇപ്പോഴേ? ഇത്ര ഇത്ര വലിയ വലിയ നാവായിരുന്നല്ലോ, എവിടെ പോയി ഇപ്പോഴേ? അദ്ദേഹത്തെ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഒന്ന് പ്ലീസ് പറഞ്ഞുതരാം. അതായത് പുറത്തു കിട്ടും. ഞാൻ താഴ്ത്തു. ആക്ച്വലി ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ചാക്കോ പാസ്റ്റർ എടുത്തോ ഒരു മിനിറ്റ് അതായത് ചാക്കോ പാസ്റ്റർ തരാം പാസ്റ്റർ. ചാക്കോ പാസ്റ്റർ പറഞ്ഞോ. ചാക്കോ പാസ്റ്റർ അതായത് പറഞ്ഞോ. അള്ളാഹുവിന്റെ ധാർമ്മിക നിലവാരത്തെ കുറിച്ച് ഞാനോട് പറയാം. അള്ളാഹു കാണിച്ചത് ആ ചെറ്റത്തരം പോലെ ഉലകത്തിൽ ഒരു കാട്ടുദൈവങ്ങളും ചെയ്തിട്ടില്ല. സൂറ 6:101 അള്ളാഹു പറയുന്നുണ്ട്, നമുക്കൊരു ഭാര്യയില്ലാതെ എങ്ങനെയാണ് കൊച്ചുണ്ടാകുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ കൊച്ചിനെ ഏൽപ്പിക്കാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കൊരു ഭാര്യ ഇല്ലാതെ എങ്ങനെ കുഞ്ഞുണ്ടാകും? അരിയില്ലാതെ എങ്ങനെ കഞ്ഞി വെക്കും എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം അരി കൊടുത്താൽ കഞ്ഞി വെക്കുന്നല്ലേ? വിറകില്ലാതെ എങ്ങനെ തീ കത്തിക്കും? വെള്ളമില്ലാതെ എങ്ങനെ കുളിക്കും എന്ന് ചോദിച്ചാൽ വെള്ളം കൊടുത്താൽ കുളിക്കും, അരി കൊടുത്താൽ കഞ്ഞി വെക്കും. അങ്ങനെയാണെങ്കിൽ ഭാര്യയെ കൊടുത്താൽ കൊച്ചിനെ ജനിപ്പിക്കുന്നതിന് അതിന്റെ അർത്ഥം. ഇപ്പൊ പുള്ളിയുടെ പ്രശ്നം എന്താണ്? ഭാര്യ ഇല്ലാത്ത, നിക്ക കഴിച്ചിട്ടില്ല, നാട്ടുകാരും ഈ മനുഷ്യന് പെണ്ണിനെ കൊടുത്തിട്ടുമില്ല, 2 പെൺമക്കളുണ്ടാകും, 3 പെൺമക്കളുണ്ടാകും, എല്ലാം തല്ലി ഇറക്കി വിട്ടു. ഈ ചങ്ങാതിക്ക് പെണ്ണ് കെട്ടണമെന്നുണ്ട് ഈ അള്ളാഹുവിന്, പക്ഷെ കെട്ടിക്കുന്നില്ല. ഒരൊറ്റ അറബി പെണ്ണുങ്ങളെ ഇദ്ദേഹത്തിന് കൊടുത്തില്ല. ഇദ്ദേഹം ഇങ്ങനെ വിഷണ്ണനായിരിക്കും. അന്നേരം പറഞ്ഞതാണ് 6:100 നമുക്കൊരു ഭാര്യ ഇല്ല എങ്ങനെ കൊച്ചുണ്ടാകുന്നത്. ആഹാ, നല്ല കാര്യം, ഭാര്യ ഇല്ലാത്തത് താങ്കൾ കൊച്ചില്ല. പിന്നെ എന്തിനാണ് ഈ മറിയമിന്റെ ഫർജന കൂടാൻ പോയത്? അങ്ങനെ ഉണ്ടായതല്ല ഈസ എന്ന് പറയുന്നതായ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം. സൂറത്ത് തഹരീം 12-ാമത്തെ ആയത്തിൽ എഴുതി വെച്ചിരിക്കുക, മറിയം, ഇമ്രാന്റെ പുത്രി മറിയം അവരുടെ മുഖ്യഭാഗം സൂക്ഷിച്ചത് നാം അതിനകത്ത് കയറി ഊതിയെന്ന്. വൃത്തിയോടല്ലേ കാണിച്ചത്? ഇവിടെ ഭാര്യ ഇല്ലെങ്കിൽ അന്ത്യം വരെ ഭാര്യ ഇല്ലാത്തവരായിട്ട് ജീവിക്കണം, അന്തസ്സായിട്ട് ജീവിക്കണം. മനസ്സിലായി? ആ ധാർമ്മികത്തിന് അടിത്തറയിൽ നിൽക്കണം. ഒരു പെണ്ണിന്റെ ഫർജിൽ ഊതാൻ പോകരുത്. മനസ്സിലായി? അപ്പൊ ഇത്തരത്തിലുള്ളതായ വേലത്തരങ്ങൾ കാണിച്ച ഈ മാന്യനായ അള്ളാഹുവിനെ അല്ല നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പണിക്ക് നിൽക്കുന്നത്? ഇവിടെ ഭാര്യ ഇല്ലെങ്കിൽ കൊച്ചു വേണ്ടതല്ലേ ഉള്ളു. എത്രയോ ആളുകൾ എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളുടെ മുസ്ലിം കുടുംബങ്ങൾ, അവർ ദത്തെടുക്കാനൊക്കത്തില്ല, അവർക്ക് ദത്തെടുപ്പില്ല. കാരണം ഈ മുഹമ്മദിന്റെ സൈനവെ സംബന്ധം കഴിച്ചതോടുകൂടിയാണ് ദത്തെടുപ്പ് റദ്ദായത്. മക്കളില്ലാഞ്ഞിട്ട് മക്കളില്ലാത്ത രീതിയിൽ ആ ഭാര്യ ഭർത്താവോട് ജീവിക്കുന്ന പല കുടുംബങ്ങളും എനിക്കറിയാം. പക്ഷെ ഈ അള്ളാഹു എന്തുകൊണ്ട് ആ പണിക്ക് ചെയ്യാതിരുന്നത്? അള്ളാഹു എന്തുകൊണ്ട് ഭാര്യ ഇല്ലാതിരുന്നിട്ട് ഇല്ലാത്തവരെ പോലെ ജീവിക്കാതിരുന്നു? അങ്ങനെ ജീവിച്ചാൽ പോരാണോ? പക്ഷെ പുള്ളി എന്തിനാണ് ഈ മറിയമിന്റെ ഫർജിനാത്ത് ഊതാൻ പോയത്? മറിയം ഇങ്ങനെ തയ്യാറായി നിൽക്കുക, വന്നാ ഊതാനായിട്ട്. ഇതൊക്കെയല്ല നിങ്ങളുടെ പുസ്തകത്തിൽ തെളിയിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ അള്ളാഹുവിന്റെ ധാർമ്മികത, അള്ളാഹു കാണിച്ചതായ ചെറ്റത്തരം, വേലത്തരം, ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോൾ, ഞങ്ങളുടേതായ ശൈലി പറയുമ്പോൾ നിങ്ങൾക്ക് തെറിയാണെന്ന് തോന്നും. പക്ഷെ ഒരിക്കലും അല്ല. ഈ 2 ആയത്തൊന്ന് വായിരും നിങ്ങൾ, ഈ 2 ആയത്തൊന്ന് വായിരും. അതുകൊണ്ട് ഇവിടെ വന്ന് തെറി വിളിക്കാമെന്ന് ശ്രമിക്കരുത്. ഞാനിപ്പോ സാമ്പിളിന് വേണ്ടി 2 എണ്ണം പറഞ്ഞതുകൊണ്ട് ഇനി അടുത്തത് പറയാം. ഇഷ്ടംപോലെ സാധനത്തിനകത്ത് ഇളപ്പടി അള്ളാഹു കാണിക്കുന്ന വേലത്തരങ്ങൾ, ലോകത്തിൽ ഒരു മനുഷ്യനും കാണിക്കാത്തതായ പണികളൊക്കെ അള്ളാഹു കാണിക്കും. ആ അള്ളാഹുവിനെയാണ് 5 നേരം പോയി നിസ്കരിക്കുന്നത്. ലായിലാഹികളും അള്ളാഹു കരുണാമയനാകുന്നു. എന്തിന്റെ കുന്തപ്പരാണ്ടിയ ധാർമ്മികതയില്ലാത്ത ഈ മനുഷ്യൻ, ഈ ചങ്ങാതി, ഈ ബിംബത്തെയാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സാധനത്തെ നിങ്ങൾ നിസ്കരിക്കുന്നത്? അന്തസ്സുണ്ടോ? അഭിമാനമുണ്ടോ? ധാർമ്മികത ബോധമുണ്ടോ? അപ്പൊ അതെല്ലാം വിസ്മരിച്ചിട്ട് പമ്മിപ്പോയി ഊതാൻ പോയിരിക്കുന്നത്. എന്നിട്ട് ആ കുഞ്ഞി അടിച്ചപ്പോൾ അന്തസ്സുണ്ടെങ്കിൽ ആ കൊച്ചിന്റെ ആ ബാപ്പ ഞാനാന്ന് പറയട്ടെ ഈ മനുഷ്യൻ. ഈ അള്ളാഹു പറയണ്ടേ? എന്താ പറഞ്ഞത്? 19-ാം സൂറയുടെ അവസാന ഭാഗത്ത് വായിച്ചേ, കുമ്പനാട് എഴുതി വെച്ചിരിക്കുക, നമുക്കൊരു കുഞ്ഞില്ലാതിരിക്കുന്നു, നമുക്കൊരു കുഞ്ഞുണ്ടെന്ന് ഇവർ പറഞ്ഞ് ആരോപിച്ചിരിക്കുന്നു. എന്തൊരു കടുങ്കൈ! ആകാശം പൊട്ടിപ്പിളരുന്നതായ പാവമാണ് ഇവർ ചെയ്തത്. എങ്ങനെയുണ്ട്? ഇവിടെ ഊതാൻ പോയപ്പോ ഓർക്കണം കൊച്ചിയിരിക്കുന്നു. അപ്പൊ ഊതാൻ പോയപ്പോ കുഞ്ഞി ജനിച്ച് ആ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ കഴിയാതെ ഞെളിഞ്ഞു നിൽക്കുന്ന ഒരു പകൽമാനിയുടെ ഈ ചങ്ങാതി. മനസ്സിലായോ? ഖുറാനിൽ അനേക ഭാഗങ്ങളില് അള്ളാഹു പറയുന്നത് നമുക്കൊരു പുത്രനില്ല. പക്ഷെ മറിയമ്മിന്റെ ഫർജിലൂടെ ജനിച്ച കൊച്ചേതാ? ഈ അള്ളാഹുടെ ഈ ഈസയുടെ വാപ്പ ഈ അള്ളാഹു. ഇതിന് പറയുകയാണ് നമുക്ക് കൊച്ചില്ല നാട്ടുകാർ അത് പറയുന്നത് പകൽമാന്യനാണ്. അപ്പൊ ഇത്തരത്തിലുള്ളതായ ഹീനമായ പരിപാടികൾ ബൈബിളിലെ പാപികളായ മനുഷ്യർ പോലും ചെയ്തിട്ടില്ല. മനസ്സിലായോ? ബൈബിളിൽ പാപം ചെയ്ത അധമരായി ജീവിച്ച പല ആളുകളെ കുറിച്ച് ബൈബിൾ പറഞ്ഞു. അവർ പോലും ചെയ്യാത്തതായ നിന്ദ്യമായ, നികൃഷ്ടമായ, അധാർമികമായ പരിപാടി നടത്തിയ ഒരു മാന്യനാണ് ഈ അള്ളാഹു. ആ അള്ളാഹുവാണ് ഇസ്ലാമിന്റെ ദൈവം, കുമ്പനാടിന്റെ ദൈവം. അള്ളാഹുവിന് വേണ്ടി 5 നേരം നിസ്കരിക്കുന്നത്, റംസാൻ വരിക, 5 നേരം നിസ്കരിക്കുക, ഈ ആഹാരം കഴിക്കാതെ അള്ളാഹ്ക്ക് വേണ്ടി അങ്ങ് ഭക്ഷണം കിടക്കുക. എന്തിനാണ് സുഹൃത്ത് ഇതിനൊക്കെ ചെയ്യുന്നത്?
ധാർമ്മികതയുള്ളവർക്ക് വേണ്ടി ഒന്നുമില്ല, അന്തസ്സായിട്ട് നിങ്ങൾ ജീവിക്കും. ധാർമ്മികതയുടെ അംശം ഈ ചങ്ങാതിക്കുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞ നിർത്തുകയാണ്. ഇനി താങ്കൾ ഇളക്കിക്കൊണ്ട് വന്നാൽ ഇതിനേക്കായി ഡോസ് കൂടിയ സാധനം ഞാൻ തരുമെന്ന് മാത്രം പറയുന്നു. യാ ഇതിന്റെ ഒരു വിഷയം എന്താണെന്നറിയോ കുമ്പനാടെ, നിങ്ങള് മുകളിൽ കയറി വന്നേച്ച് ചാക്കോ പാസ്റ്ററിന്റെ വ്യക്തിപരമായി നിങ്ങൾ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ, അതേപോലെ ചാക്കോ പാസ്റ്റർ ഇപ്പൊ കണ്ടു ഒരു ശബ്ദം കൊണ്ട് പോലും നിങ്ങൾ എന്ന വ്യക്തിയെ അദ്ദേഹം അധിക്ഷേപിച്ചില്ല. മനസ്സിലായോ? നിങ്ങൾ എടാ പോടാ അതാ ഇതാന്നൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ ഒരു ശബ്ദം കൊണ്ട് പറഞ്ഞില്ല. കിട്ടിയത് മൊത്തം ആർക്കാ? നിങ്ങളുടെ അള്ളാഹുവിനും മുഹമ്മദിനും കിട്ടി. വല്ല കാര്യമുണ്ടോ? ബ്രദറെ മുഹമ്മദിനൊന്നും കിട്ടിയില്ല ഞാനും കേട്ടോ, മൊത്തം പലരുമായിട്ട് ഒരു മിനിറ്റ് ബോണ്ട് ബ്രദറെ തരാം. ഈ റൂമിൽ ഇതിനു മുമ്പും താങ്കൾ വരുന്നതിന് മുമ്പും പല മുസ്ലിങ്ങളും കയറി വന്നു സംസാരിച്ചു, മാന്യതയോടെ സംസാരിച്ചു. നിങ്ങൾ ഈ വന്ന് ഈ മുഹമ്മദിന്റെ സ്വഭാവം കാണിക്കുന്നതാണ് നിങ്ങൾക്കെല്ലാം ഈ പ്രശ്നം വരുന്നത്. ഐ മീൻ എല്ലാ മുസ്ലിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, കുമ്പനാടനെ പോലെയുള്ള വ്യക്തികൾ ചെയ്തത്. ഇപ്പൊ നിങ്ങളെ പല പ്രാവശ്യം നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്തു, നിങ്ങളെ ഞങ്ങൾ മുകളിലേക്ക് എടുത്തു വന്നിച്ച് നിങ്ങള് എടാ പോടാ അതാ ഇതാ എന്തൊക്കെയാ നിങ്ങൾ വന്ന് പറയുന്നേ? കുമ്മനാടെ നന്നാവ് മോനെ, നന്നാവ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ അഥവാ ഇതേപോലെ സ്പീക്കർ പാനലിലോട്ടൊക്കെ ഒരു അവസരം കയറാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാല് ഇപ്പൊ മലത്തി അടിക്കാം എന്നുള്ള ചിന്തയോടെ ഒന്നും വരണ്ട. നിങ്ങൾക്ക് ആശയം ഉണ്ടെങ്കിൽ ആശയം കൊണ്ടുപോവാ. സ്പീക്കർ പാനലിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെ നെഞ്ചത്തേക്ക് കയറാതെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഖുറാനിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം താ. അതല്ല, നിങ്ങൾക്ക് ഞങ്ങളോട് മാന്യമായിട്ട് എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ചോദിക്കുക, ഞങ്ങൾ പറഞ്ഞുതരാം. അതല്ല, കുമ്പനാട് വ്യക്തി അധിക്ഷേപം നടത്തി അല്ലെങ്കിൽ തിരിച്ചു കിട്ടിയത് കണ്ടോ? ഇപ്പൊ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ വടി കൊടുക്കേണ്ട? എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ കുമ്പനാടിന്? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ബ്രദറെ? ഒരാവശ്യമില്ലല്ലോ. ഓക്കെ, തൃപ്തിയായിക്കോണമെന്ന് വിചാരിക്കുന്നു. ബോണ്ട എടുത്തോ, സോറി. അല്ല ഇപ്പൊ ഈ വട്ടം ചാക്കോ പാസ്റ്റർ മുഹമ്മദിനെ വെറുതെ വിട്ടു, അള്ളാഹുവിനെ മാത്രമാണ് അടിച്ചത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല, ഈ കൂടാരത്തിലിരുന്ന അള്ളാഹുവിനെ മുഹമ്മദ് അല്ല ഇറക്കിയത്. ഇപ്പൊ ഇവർക്ക് ദൈവം എന്ന് പറയുന്ന മുഹമ്മദാണ്, അത് ശരിയാണ്. പക്ഷെ എന്നാലും ഇവരുടെ ഉള്ളിൽ ഒരു സൃഷ്ടാവ് എന്ന് പറയുന്ന ഒരു പടച്ചിറപ്പുണ്ടല്ലോ. ആ പടച്ചിറപ്പിന്റെ ധാർമ്മികതയെ പറഞ്ഞു. ഈ പടച്ചിറപ്പ് കാണിച്ച വേറൊരു പരിപാടിയുണ്ട്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഒരു ചെറ്റത്ര ഈ ഈ പടച്ചിറപ്പ് കാണിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഇവരുടെ പുസ്തകത്തിനകത്ത് ഈ സുലൈമാൻ എന്ന് പറഞ്ഞ നബിയുണ്ട്. സുലൈമാൻ നബി വലിയ രാജാവായിരുന്നു, ഉറുമ്പുകളോട് സംസാരിച്ചു, പക്ഷികളുടെ ഭാഷ സുലൈമാൻ അറിയാമായിരുന്നു. സുലൈമാൻ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിച്ചു. ബൈത്തുൽ മുഖദ്ദസ് സുലൈമാൻ നിർമ്മിച്ചു. ഒരുപാട് ജ്ഞാനം, പക്ഷികളുടെ ഉറുമ്പിന്റെ ഭാഷയൊക്കെ അറിയാവുന്ന. ഇങ്ങനെ ദാവൂദ് നബിക്ക് ശേഷമാണ് ഇദ്ദേഹം ഭരിക്കുന്ന ഇവർ പറയുന്നത്. ഇവരുടെ സുലൈമാനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സുഖസുന്ദരമായി ഭരിച്ചുകൊണ്ടിരുന്ന ഈ സുലൈമാന്റെ സിംഹാസനത്തിൽ കൊണ്ടുവന്ന് ഒരു ചത്ത ശവശരീരം ഇവരുടെ ഈ ഗോത്രദേവൻ എറിഞ്ഞിട്ട് പോയിരുന്നു. കാണിച്ച പണി നിങ്ങൾ ചിന്തിച്ച്. ഞാൻ വായിച്ചേൽപ്പിക്കാം. സൂറ 38-34. ഈ അള്ളാഹു കാണിച്ചതായ പണി കേട്ടോ. സുലൈമാനെ നാം പരീക്ഷിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സിംഹാസനത്തിന്മേൽ നാം ഒരു ജഡത്തെ കൊണ്ടുവന്നിട്ടു. മനസ്സിലായോ? കാണിച്ചപ്പോൾ അങ്ങേറ്റത്തെ കടുങ്കയല്ലേ ഈ അള്ളാഹു കാണിച്ചത്. നിങ്ങൾ പറ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാവപ്പെട്ട സുലൈമാന്റെ പുറത്ത് ഇരുന്ന സിംഹാസനം കൊണ്ട് ജഡം കൊണ്ട് വലിച്ചെറിഞ്ഞത്? എന്നിട്ട് ഇവരെ കുത്തിയിരുന്ന് വ്യാഖ്യാനിക്കുക ഇവർ പണ്ഡിതന്മാർ അള്ളാഹുവിനെ രക്ഷിക്കാനായിട്ടുള്ള വ്യാഖ്യാനം കണ്ട പെറ്റുള്ള സഹിക്കത്തില്ല. ഒരുത്തൻ പറയുന്നത് അത് പിശാചാണെന്നാ പറയുന്നത്, വേറൊരുത്തൻ പറയുന്നത് സുലൈമാൻ നബിയുടെ ഒരു കുഞ്ഞ് മരിച്ച് അവിടെ കിടന്നാ പറയുന്നത്. എന്തെല്ലാം. പിന്നെ വേറൊരാളെ പറയുന്നത് സുലൈമാൻ നബി ജീവശവം പോലെ ക്ഷീണിച്ച് അങ്ങനെ കിടന്നപ്പോഴത്തേന് അവർ ശവം പോലെ തോന്നിയെന്നാ പറയുന്നത്. പക്ഷെ സാധനം കൊണ്ടുവന്ന് ഇട്ടത് അള്ളാഹുവാന്ന് പറയുന്നത്. നാം ഒരു ജഡത്തെ കൊണ്ടുവന്നിട്ടു എന്ന് അവിടെ പറയുന്നു. മനസ്സിലായി? അപ്പൊ മാന്യന്മാരുടെ കസേരയിൽ മാന്യന്മാരുടെ ഇരിപ്പിടത്തിൽ ശവം കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന പകൽമാനാണ് ഈ അള്ളാഹു. എന്ത് കൊണ്ട് ഈ നബിയുടെ ഇരിപ്പിടത്തിൽ കൊണ്ടുവന്ന് ശവത്തെ എറിഞ്ഞിട്ട് പോയി? പറയൂ, നിങ്ങൾക്ക് പറയാനായിട്ട് ആർക്കെങ്കിലും ഊർജ്ജം ഉണ്ടോ? അവിടെ നിങ്ങൾ കയറുക. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളെ ആക്ഷേപിക്കണമെന്നോ വ്യക്തിപരമായിട്ട് നിങ്ങളെ ചോദ്യം ചെയ്യണമെന്ന് ഒരു താല്പര്യം ഞങ്ങൾ ആരും നിങ്ങളെ വ്യക്തിഹത്യ ചെയ്യത്തില്ല. പക്ഷെ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? ഈ നമുക്കറിയാം, നമ്മുടെ ഈ ഭാരതീയ പുരാണത്തിലെ ഈ ചവിട്ടിത്താഴ്ത്ത ഒരു സംഭവമുണ്ടല്ലോ. മഹാബലിയുടെ വലിയ അദ്ദേഹത്തിന്റെ മനോഹരമായ ഭരണത്തിൽ അസൂയ കൊണ്ട് വാമനൻ വന്ന് ചവിട്ടിത്താഴ്ത്തിയല്ലോ എന്ന് പറയുന്നതിന്റെ വേറൊരു പതിപ്പാണ്.
അതിന് പിന്നെ വേറൊരു വിങ്ങിലേക്ക് ആ കഥ പോകുന്നത്. പക്ഷെ അതിനൊക്കെ എത്ര ഹീനമാണ്. ഒരു രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഉറുമ്പുകളോട് സംസാരിച്ച വിജ്ഞാനിയായ ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ച ഈ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നബിമാരിൽ വളരെയധികം ജ്ഞാനവും കഴിവുള്ളതായ ഈ സുലൈമാൻ നബിയുടെ കസേര കൊണ്ടുവന്ന് ശവശരീരം കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പോയത് ഈ അള്ളാഹു. അതാണ് 38:34 പറയുന്നത്. അദ്ദേഹത്തിന്റെ സിംഹാസനത്തിന്മേൽ നാം ഒരു ജഡത്തെ കൊണ്ടുവന്നിട്ടു. മനസ്സിലായോ? ഈ അള്ളാഹു കാണിച്ച പണി അതിര് കടന്ന പണി തന്നെ. ഒരു വലിയ മനുഷ്യന്റെ ഇവിടെ അതും നബിയുടെ സിംഹാസനത്തിൽ ബ്രൂസലിനെ കൊണ്ടിടുക. എന്നിട്ട് സുലൈമാന്റെ കീഴിലെ ജോലിക്കാരും അല്ല ചെയ്തത്. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് പണിക്കാരുണ്ട്, അവരാരും അല്ല. നാം ആണ് അവിടെ പച്ചയ്ക്ക് പച്ച രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് ഈ മഹാബലിയുടെ സൽഭരണത്തിലെ അസൂയ കൊണ്ട് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതുപോലെ ഇവിടത്തെ കൊടുത്തിരിക്കുക പണി. അപ്പൊ ഇത്തരത്തിലുള്ളതായ അധാർമികമായ പ്രവർത്തനങ്ങൾ ഒരുപാട് നിങ്ങളുടെ ഈ അള്ളാഹു ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? മാത്രമല്ല ഈ സുലൈമാൻ നബി കിടന്നു മരിക്കാൻ പോലും ഈ അള്ളാഹു അനുവദിച്ചില്ല. സുലൈമാൻ നബി വടിയും കുത്തിപ്പിടിച്ചെന്ന് മരിച്ചെന്നാണ് 34:14 പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എന്തൊരു ബ്ലണ്ടറാണ് എന്റെ പൊന്നെ. എടി ഇതൊക്കെ കോമഡി ഷോ കാര്യം ഇവിടെ ഒന്നും ഇല്ലേ? ഈ കോമഡിക്കാരും കാണുന്നില്ല ഇത്. നോക്ക് 34:14 പറഞ്ഞിരിക്കുന്നത്, നാം അദ്ദേഹത്തിന്റെ മേൽ മരണം വിധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഊതുവഴി തിന്നുകൊണ്ടിരുന്ന ചിതൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി അവർക്ക് അറിവ് നൽകിയത്. ബ്രാക്കറ്റിലെ ജിന്നുകൾ, അത് അവരുടെ കൈകിടത്തില്ല ജിന്നെന്നുള്ളത്. അങ്ങനെ അദ്ദേഹം വീണപ്പോൾ തങ്ങൾക്ക് അദൃശ്യകാര്യം അറിയാമായിരുന്നെങ്കിൽ അപമാനകരമായ ശിക്ഷയിൽ തങ്ങൾ കഴിച്ചുകൂട്ടേണ്ടി വരില്ലായിരുന്നു എന്ന് ജിന്നുകൾക്ക് ബോധ്യമായി. ഈ ആയത്തിന് കൊടുത്തിരുന്ന ഒരു വ്യാഖ്യാനം നിങ്ങൾ കേട്ടോ? ഇങ്ങനെ കേട്ടെ, ഇതൊക്കെയാണ് നിങ്ങൾ ചോദ്യം. ഇതൊക്കെ എന്തൊരു കഷ്ടമാണ്. ഇത് ബാലരാമ ഇതിനൊക്കെ എന്ത് കൃത്യമാണ്. ഒരു ലോജിക്കെങ്കിലും ഉണ്ടല്ലോ ഒരു പൊട്ടക്കഥ പറഞ്ഞാല്. നോക്കിയത് ഈ 2-3 മാന്യന്മാർ ചേർന്ന് എന്റെ ഒരു തഫ്സീറിനകത്ത് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് കേട്ടോ. അദ്ദേഹം ഒരു വടിയിൽ ഊന്നി നിന്നുകൊണ്ട് ജോലിയുടെ മേൽനോട്ടം വഹിക്കവെയാണ് അദ്ദേഹത്തിന് മരണം വന്നെത്തിയത്. പക്ഷെ ജിന്നുകൾ ആ കാര്യം അറിഞ്ഞില്ല. അദ്ദേഹം നിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന വിചാരത്തോടെ അവർ അവിശ്രമം ജോലി ചെയ്തു പോന്നു. നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഊന്നുവടി ചിതൽ തിന്നിട്ട് അദ്ദേഹത്തിന്റെ മൃതശരീരം മറിഞ്ഞു വീണപ്പോൾ മാത്രമാണ് മരണത്തെ പറ്റി അവർ അറിഞ്ഞത്. കേട്ടോ, ഇവരുടെ കാഴ്ചപ്പാടിൽ നബിമാരെല്ലാം ഭയങ്കര പുണ്യവാന്മാരാണ്. ഇവര് പറയുന്ന നബിമാരെല്ലാം ഉന്നതരാണ്, പാവം ചെയ്യത്തില്ല, തെറ്റിയത്തില്ല, ഭയങ്കര ഉന്നതന്മാരാണ്. പക്ഷെ ഇവരുത്തനെ വടിയും കുത്തിപ്പിടിച്ചോണ്ട് മരിച്ചു. നാട്ടുകാരും അറിഞ്ഞില്ല. ആ വടി ചിതല നിന്ന് വീണപ്പോഴത്തെ ബോഡി തെറിച്ച് തറയിൽ വീണു. ഇതെല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ വേലത്തരം കാണിക്കുന്ന ഒരു അള്ളാഹു എവിടെ കിടന്ന ഈ വേട്ടാവളിയൻ? ഈ വേട്ടാവളിയനെയാണ് 5 നേരം വിസ്തരിക്കുന്നത്. ഞങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ കേട്ടോ, നിങ്ങൾക്ക് വൈകാരികമായിട്ട് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ ഓക്കെ, ചാക്കോ പാസ്റ്ററെ, നമ്മുടെ ഒരു മുസ്ലിം സഹോദരൻ വന്നിട്ടുണ്ട്. ചാക്കോ പാസ്റ്ററിന് സമയമുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കേ. ആഡം എന്നാണ് പേര്, ആഡം. അദ്ദേഹം ഇവിടെ പല പ്രാവശ്യം റൂമിൽ വന്നിട്ടുള്ളതാണ്. ചാക്കോ പാസ്റ്റർ ഇതിനു മുമ്പ് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് സമയമുണ്ടോ ചാക്കോ പാസ്റ്ററിനെ കുറച്ച് നേരം? പറയട്ടെ. ഓക്കെ ഓക്കെ. ആഡം എന്തെങ്കിലും സംസാരിക്കുന്നോ? എന്തെങ്കിലും ഒരു വിഷയാസ്പദമായിട്ടോ അതല്ലെങ്കിൽ ഇപ്പൊ ചാക്കോ പാസ്റ്റർ അല്ല പറഞ്ഞതിനോടുള്ള ബന്ധത്തിലോ? അല്ല ആദ്യം ഞാൻ ഒരു മിസ്റ്റേക്ക് ഒന്ന് കാണിക്കുകയാണ്. നിങ്ങളുടെ ഹെഡിങ് കൊടുത്തിരിക്കുന്ന ഇസ്ലാമിലെ പാപം അള്ളാഹു നിരപരാധി എന്നല്ലേ, അതോ പാപം എന്നാണോ? പാപം എന്നാണ് നിങ്ങളുടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. വായാണ് എഴുതേണ്ടത്. ഇത്രയും ആൾക്കാർ ഇരിക്കുന്നില്ല, ഒന്ന് ശ്രദ്ധിക്കണ്ടേ സാറേ? ഹെഡിങ് ശ്രദ്ധിച്ചോ സാറേ? സാറ് നോക്കിയോ? ചെയ്യാം. ഞാൻ ആദ്യം വെച്ച് ഇസ്ലാമിലെ പാപം അള്ളാഹു നിരപരാധി. അല്ല ഒരു കാര്യമാണ് സുഹൃത്തെ, ആ ഹെഡിങ് ഇനി പാവമാണെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ച് അത് യോജിക്കണ്ടെന്നറിയാമോ? അള്ളാഹു പാപം ചെയ്യാൻ ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അള്ളാഹു ഒരു പാവമാണെന്നുണ്ട്. ഫുൾ ആവത്തില്ല. ഇസ്ലാമിലെ പാപം അള്ളാഹു നിരപരാധി അല്ലേ എന്നുള്ളത് എങ്ങനെ അത് മീൻ ചെയ്യും? രണ്ടർത്ഥത്തിൽ ഞങ്ങൾക്ക് മീനിങ് ആക്കാം. രണ്ടർത്ഥത്തിൽ ഒരു വാക്കിന് എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് മീൻ ചെയ്യാം. ഇത് ഒറ്റ വരി പോലല്ലേ? ഇസ്ലാമിലെ പാപം അള്ളാഹു ഒരു മിനിറ്റ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം ബ്രദറെ, അത് കുഴപ്പമില്ല. ആഡം, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞങ്ങളുടെ ഈ റൂമിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു മുസ്ലിം സഹോദരൻ വന്നിരുന്നു. അപ്പോൾ ഇതേപോലെ ഈ മുസ്ലിങ്ങളെ എംബാരസ് ചെയ്യുന്ന ഒത്തിരി വാക്യങ്ങളുണ്ട്.
അപ്പൊ അതിന്റെയൊക്കെ ഉത്തരവാദി അള്ളാഹു ആണ് എന്ന് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമായിരുന്നു, അള്ളാഹു അല്ലെങ്കിൽ പാവം അള്ളാഹു നിരപരാധിയാണ്, ഇതെല്ലാം മുഹമ്മദിന്റെ പണിയാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞങ്ങൾ ടൈറ്റിലാക്കാൻ ശ്രമിച്ചതേ ഉള്ളൂ. അള്ളാഹു നിരപരാധിയാണ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ആ ബ്രദർ പറഞ്ഞത്. അപ്പൊ അത് ഞങ്ങൾക്കൊരു കൗതുകമുള്ള കാര്യമായിട്ട് തോന്നി. അദ്ദേഹം വളരെ സിൻസിയർ ആയിട്ട് പറഞ്ഞതുപോലെ തോന്നി. അള്ളാഹു പാവമാണ്, അതാണ് ആ ടൈറ്റിൽ ബേസിക്കലി. ഓക്കെ, അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആദമത്തിന് ഒരുപക്ഷെ അത് അല്ല, അപ്പൊ അറിയത്തില്ലായിരിക്കും. രണ്ടു ബൈബിളിലെ ദൈവം ദിവസം പാവമല്ലേ? പാവമല്ലേ? അതോ ഭയങ്കരനാണോ? അല്ലല്ല, ഞാൻ പറയുന്നത് നിൽക്കുക. അതായത് ഈ ഖുറാനിൽ എഴുതി അല്ല, ഞാൻ വെച്ചിരിക്കുന്ന പറയാൻ കുറെ കാരണം ഇപ്പോഴേ കത്തോലിക്ക മനസ്സിലായി, സഭയുടെ കേൾക്ക്, മനസ്സിലായി, ഞാൻ മാർപ്പാപ്പ പറയുന്നത് ഇപ്പൊ ബൈബിൾ തിരുത്താൻ വേണ്ടി കേൾക്ക് ഒരു ബ്രദറെ, പ്രൊപ്പോസൽ പോയിട്ടുണ്ട്. അതാണ്. ബ്രദറെ സമയം തരാം. ഞാൻ ഇതൊന്ന് പറയട്ടെ. ഇനി അഥവാ ഓഡിയൻസിനുള്ളവർക്കും കൂടെ ഇത് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഞാൻ ഈ ടൈറ്റിലിനെ കുറിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് ഞങ്ങള് ഇങ്ങനെ ഒരു ടൈറ്റില് പ്ലാൻ ചെയ്തു എന്നുള്ളതല്ല. കാരണവശാൽ ഈ റൂമിൽ വന്ന ഒരു മുസ്ലിം സഹോദരൻ അദ്ദേഹം പറഞ്ഞതാണ്, ഇതെല്ലാം മുഹമ്മദിന്റെ പരിപാടികളാണ്, അള്ളാഹു പാവമാണ്. അപ്പൊ ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു, അള്ളാഹു വാസ്തവത്തിൽ പാവമാണോ? അതാണ് ചോദ്യം. അള്ളാഹു നിരപരാധിയാണ്, പാവമാണെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അള്ളാഹു നിരപരാധിയാണ്, ഇതെല്ലാം മുഹമ്മദിന്റെ പണികളാണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകള് ഞങ്ങള് കടമെടുത്ത് അത് ടൈറ്റിലാക്കി കിട്ടുന്നേ ഉള്ളൂ. അള്ളാഹു നിരപരാധിയാണോ? പാവം അള്ളാഹ കണ്ടോ നിരപരാധി എന്ന് പറഞ്ഞേക്കുന്നത്. അള്ളാഹു പാവമാണോ, നിരപരാധിയാണോ? ഇതാണ് ചോദ്യം. സോ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, ബ്രദർ, അങ്ങനെയാണെങ്കിൽ അതിനകത്ത് സോ യേശു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, ഡോണ്ട് വറി. ദൈവത്തിന്റെ എനിവേ, സൃഷ്ടിയല്ലേ? എന്താ ബ്രദറെ? അല്ല, അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രവാചകരും ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? അതിനകത്തല്ലേ യേശുവും വരുന്നത്? അല്ലല്ല, യേശു അതിനകത്തല്ല ബ്രദറെ. അല്ല സാറേ, കത്തോലിക്ക രണ്ടാം വത്തിക്കാൻ കൗൺസില് 3 വർഷം കൂടിയതിനു ശേഷം അവർ അംഗീകരിച്ചതാണ്. അല്ലെങ്കിൽ സാർ ആ പ്രമേയത്തെ വത്തിക്കാൻ കൗൺസിലിനെ തള്ളിപ്പറയണം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഞങ്ങൾ 1961 തള്ളിക്കളഞ്ഞിരിക്കുന്നു സുഹൃത്തെ. നിങ്ങൾ അതിന്റെ തെളിവ് സഭ കാണിക്കാൻ തള്ളിയിട്ടില്ല. സഭ തള്ളിയിട്ടില്ല. സാറ് സഭയുടെ ഗൂഗിളിൽ കാര്യം അടിച്ചു നോക്കിയ ഞങ്ങൾ പ്രമേയമുണ്ട്. തള്ളിക്കളയണമെന്ന് താങ്കൾ പറഞ്ഞു, ഞങ്ങൾ തള്ളിക്കളഞ്ഞു. അല്ല സാറേ, കത്തോലിക്ക സഭ തള്ളിയിട്ടില്ല. കത്തോലിക്ക സഭ കത്തോലിക്ക തള്ളിയില്ലെന്ന് സഭ എനിക്കറിയില്ല. എല്ലാം കരിങ്കല്ലിനെ മുത്തും ഈ ബൈബിളിൽ ഇല്ലാത്ത ഒരു കരിങ്കല്ലിനെ കാര്യം മുത്തുന്ന ഷിർക്കും ബൈബിളിലല്ല കുഫറും സാറേ, അല്ലേ ആദമേ? രണ്ടാം ഈ വത്തിക്കാൻ കത്തോലിക്ക ആദമേ, ഈ സഭ കൗൺസിൽ. തള്ളിയോ കരിങ്കല്ലിനെ കൊണ്ടോ മുത്തുന്ന എന്ന് ഷിർക്കും അന്വേഷിക്കാൻ കുഫറും പോയത് അല്ലേ? ഇവിടെ, നിങ്ങൾ അതൊന്നുമല്ല എന്തിനാ ഈ രണ്ടാം ഷിർക്കും വത്തിക്കാൻ. കുഫറും ചെയ്യാൻ പോന്നെ? ഈ ബൈബിളിൽ സാറേ, കാബേല് നിങ്ങൾ ഞാൻ എന്തിനാണ് ഈ പറയുന്നത് ഷിർക്കും ബ്രദറെ, കുഫറും ചെയ്യാൻ പോന്നെ? ആദം ബ്രദറെ, പറ. ബൈബിളിൽ ഇല്ലാത്ത ഒരു കാര്യവും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഏതെങ്കിലും സഭ എന്തെങ്കിലും പറഞ്ഞു, ഏതെങ്കിലും ഒരച്ഛനെ ഏതെങ്കിലും പള്ളിയിൽ എന്തെങ്കിലും സാറേ, പറഞ്ഞു, അതൊന്നും നമ്മൾ ഡിസ്കസ് ലോകത്തിലെ ചെയ്യുന്ന ഏറ്റവും വലിയ സഭ 2.5 പ്രശ്നമേ ഇല്ല. വർഷം ചേർന്ന് എടുത്ത തീരുമാനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതമായാലും ഇനി ലോകത്തിലെ അവർ ഏറ്റവും വലിയ പറയുന്നത് മറ്റ് രണ്ടാമത്തെ മതങ്ങൾ മതമായാലും യേശുവിലേക്കുള്ള നമ്മൾ വഴികാട്ടിയാണ്. അവർ നമ്മളിവിടെ പതുക്കെ ഈ ചർച്ച മതത്തിലേക്ക് ചെയ്യുന്നത് വരുമെന്നാണ്. ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേയുള്ളൂ, വേറെ ഒന്നും ചർച്ചയില്ല. സാറേ, ആദ്യമേ അവർ അല്ല, ഇവിടെ ബൈബിളിൽ ഇവിടെ പുള്ളി എന്റെ ആദ്യമേ ആദ്യം പറയുന്നതെന്ന് കേൾക്കട്ടെ. എന്താ പ്ലീസ് രണ്ടാം പ്ലീസ് വത്തിക്കാൻ പ്ലീസ് കൗൺസിൽ പ്ലീസ് എന്തോ പറഞ്ഞു? പ്ലീസ്, അല്ല, എന്തോ വേറെ പറഞ്ഞത്? ആരും മൈക്ക് എടുക്കല്ലേ, വേറെ ആരും മൈക്ക് എടുക്കല്ലേ, എന്തുകൊണ്ടോ? ഓക്കെ, വേറെ ആരും അല്ല, മൈക്ക് ഞാൻ എടുക്കല്ലേ പറയട്ടെ. പ്ലീസ്. ചാക്കോ പാസ്റ്ററും ആഡമും കൂടെ സംസാരിക്കട്ടെ, ഒരു വിഷയത്തിൽ സംസാരിക്കട്ടെ. അതാണ് ബെസ്റ്റ്. നമ്മൾ അല്ല സാറേ, എല്ലാവരും കൂടെ മൈക്ക് എടുത്താൽ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും. സാറേ, അത് ഞാൻ അപ്പോൾ പറയുന്നത് താങ്കൾ 1961 താങ്കൾ താങ്കളെ നടന്ന ആദ്യം സാറെ വിളി ഒന്ന് നിർത്തി. ഇവിടെ സാറ് അല്ല, ആരുമില്ല. താങ്കൾ സാറാണോ? ആടത്തിനോടല്ല, പേര് വിളിക്കൂ ആദ്യം. ആടത്തിനോടൊരു കാര്യം ഒന്ന് താഴെ പറഞ്ഞു. സാറ് ആരുമില്ല. ഒരു മിനിറ്റ്. വത്തിക്കാൻ കൗൺസിലോ ബിഷപ്പോ പോപ്പോ എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ റൂട്ട് തിരിച്ചു വിടാൻ ശ്രമിക്കരുത്. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾക്ക് അല്ല എന്താ ഈ സാറേ, കാര്യങ്ങൾ മനസ്സിലാകാം? ഒരു മിനിറ്റ് പറയുന്നത് തീരട്ടെ. ഞങ്ങളുടെ സഹോദരന്മാർ പലരും പറഞ്ഞ് വിഷയം അതല്ല, വിഷയം എന്താണ് ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇനി അതല്ല, ഞാൻ സംസാരിച്ച് നിർത്തിയ വിഷയമാണെങ്കിൽ അതിനെക്കുറിച്ച് താങ്കൾക്ക് സംസാരിക്കാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൂടാതെ താങ്കൾ ഈ ഇവിടെ ഇല്ലാത്തതാ വത്തിക്കാൻ കൗൺസിൽ എന്ന് ഞങ്ങൾക്കൊന്നും അറിയാൻ വരാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഇത് അറിയത്തില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ വിഷയത്തെ അങ്ങോട്ട് പോയി ഞങ്ങൾ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആ വിഷയത്തിൽ അല്ല, നമുക്ക് ഇത് ചർച്ച ചെയ്യാം. പ്രവാചകന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാനത് സംസാരിക്കുന്നത്. ഇവിടെ ഞങ്ങള് സുന്നികളെ കുറിച്ചോ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചോ അഹമ്മദിയെ കുറിച്ചോ ഷിയാക്കളെ കുറിച്ചോ ഒന്നും ഞങ്ങളോട് ചർച്ച ചെയ്യാറില്ല. നിങ്ങളുടെ ഗ്രന്ഥങ്ങൾക്ക് പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്ന തഫ്സീറും ഹദീസുകളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഒരു ഗ്രൂപ്പിനെ ഞങ്ങൾ ആക്ഷേപിക്കാറില്ല. അതുകൊണ്ട് സാർ, ഗ്രൂപ്പിനെ ഞാനും ഒരു ഗ്രൂപ്പിനെയും വിഷയത്തിലേക്ക് വന്ന് താങ്കൾക്ക് എന്തെങ്കിലും താങ്കൾ ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ഇസ്ലാമിന്റെ അതെ മുഹമ്മദിന്റെ അള്ളാഹുവിന്റെ നന്മ അള്ളാഹുവിന്റെ ധാർമ്മികതയെ കുറിച്ച് 4 കാര്യം പറയും, അല്ലെങ്കിൽ മുഹമ്മദിന്റെ ധാർമ്മികതയെ കുറിച്ച് 4-5 കാര്യം പറയും. ഞങ്ങൾ കേൾക്കാം, അത് ഞങ്ങൾ ആൻസർ പറയാം. വിഷയം തെറ്റിക്കരുത്. ഓക്കെ സാറേ, മുഹമ്മദിന്റെ ഇനി സാറേ എന്ന് ധാർമ്മികത എന്ന് വിളിച്ച താങ്കളെ പറയുന്നത് ഞാൻ പുറത്താക്കും.
ഞാൻ അല്ല പറഞ്ഞു അല്ല സാർ അല്ല എന്ന് വിളിക്കരുത്. സത്യ ബ്രദറെ, സാരല്ല ബ്രദറെ, സാരല്ല സത്യ ബ്രദറെ, അങ്ങനെ സാറേ പ്രകോപിതൻ ഇതിനേക്കാൾ ആകണ്ട. വയലൻസ് അദ്ദേഹത്തിന്റെ കൂടുതൽ ഒരു ബഹുമാനിക്കില്ല മിനിറ്റ് സാറേ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എനിക്ക് ആഡം ഒരു 20 മിനിറ്റ് മിനിറ്റേ ഒരു ഉള്ളൂ. മിനിറ്റ് ആഡം ഒരു മിനിറ്റ് സത്യ ബ്രദറെ, നമ്മൾ ആ വാക്കിൽ പോകണ്ട. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രീതി ആയിരിക്കും ബ്രദറെ. ദാറ്റ്സ് ഓക്കെ, നമുക്ക് അങ്ങനെ പോകണ്ട. അത്രയും പ്രകോപിതരാകല്ലേ നമ്മൾ. ഓക്കെ, ആഡം ബ്രദറെ, തിരിച്ച് നമുക്ക് സാറിന് അഭിസംബോധന ചെയ്താൽ മതി. തിരിച്ച് സാറിന് തന്നെ അഭിസംബോധന അല്ല ചെയ്താൽ മതി. പ്രശ്നം ആദം തീർന്നു. സാറേ, ഈ ടൈറ്റിൽ അള്ളാഹു പാപമാണോ ആദം സാറേ? ഓക്കെ, അള്ളാഹു ഇപ്പൊ എല്ലാവരും ഇവിടെ ഇടപെടല്ലേ. ഞങ്ങളെ സംബന്ധിച്ച് മുസ്ലിങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശം നൽകിയത് കൊണ്ട് അതൊരു വഴികാട്ടിയാണ് ഞങ്ങളുടെ ജീവിതത്തില്. അതുകൊണ്ട് കൊള്ളയടിക്കാനും ഞങ്ങള് പെണ്ണുപിടിക്കാനും അല്ലേ? കൊള്ളയടിക്കാനും പെണ്ണുപിടിക്കാനും അല്ലേ ഈ അള്ളാഹുവും മുഹമ്മദ് സാറും കൂടെ വഴികാട്ടിയായി തന്നേക്കുന്നേ? അല്ലേ? അല്ലേ? അള്ളാഹു വേറെന്തെങ്കിലും ഉണ്ടോ? സാറും മുഹമ്മദ് സാറും രണ്ട് ആ, സാറുമാരാണ്. അള്ളാഹു സായും ഞങ്ങൾ മുഹമ്മദ് സായും സൂയും കൂടെ ഞാനൊരു ചേർന്ന് കാര്യം പരിപാടി നടക്കുന്ന ഇതിനു വേണ്ടിയല്ലേ? കൊള്ളയടി പെണ്ണുപിടി. എന്നെ ചെന്നാലും ഇത് തന്നെയല്ലേ പരിപാടി? വെള്ളവടി, ശരി 72 ഹൂറി, വെള്ളവടി ഹൂറി, ശരി വെള്ളവടി ഹൂറി. മതി അലൻ ബ്രദറെ, അലൻ ഒരു ബ്രദറെ മുസ്ലിമിന്റെ പ്ലീസ്. പേരിലുള്ള ഒരു ബാർ സാറിന് ഇവിടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒന്ന് കാണിക്കാവോ? സൗദിയിലുണ്ടല്ലോ, ജന്നയിലുണ്ടല്ലോ. സൗദിയിലുണ്ടല്ലോ, സാറേ സൗദിയിലുണ്ടല്ലോ. സൗദിയിലെ സൗദി എംബസി ബാർ മുഖേന മാത്രമല്ല, കൊടുത്തുകൊണ്ടിരുന്നത് സൗദിയിൽ ഹൂറികളെയും കിട്ടും ഇപ്പം. അറിയാമോ? നിങ്ങളുടെ സൗദിയിലെ നിങ്ങളുടെ എംബസിയിലെ വിദേശ ഉദ്യോഗസ്ഥർക്ക് മുഹമ്മദ് മദ്യം സാർ ജനിച്ച പുണ്യ നഗരമായ നിങ്ങളുടെ ഒന്നാമത്തെ മക്ക എന്ന പുണ്യ നാട്ടിൽ വിലസിടും നാളിൽ എന്നല്ല നിങ്ങളുടെ പാട്ട്. അന്നേരം അവിടെ ഹൂറികളും ഉണ്ട്, മദ്യപ്പുഴയുണ്ട്, എല്ലാം ഒഴുകുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ജെന്നെ പോകേണ്ട ആവശ്യമില്ല. അവിടെ സൗദി പോയാൽ മതി, ഹൂറികളെയും കിട്ടും, എല്ലാ ഇനങ്ങളെയും കിട്ടും. അല്ലനെ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് വ്യക്തിത്വം അദ്ദേഹം മുനീർ ഒരു മറുപടി ഒരു ഒരു സെക്കൻഡ് മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡ് ആഡം സാർ മൈക്ക് മുനീറെ വിട്ട എല്ലാരും കൂടെ ഒരു മൈക്ക് സെക്കൻഡ് എടുക്കല്ലേ, ഒരു സെക്കൻഡ് എല്ലാരും കൂടെ മൈക്ക് ആരും എടുക്കല്ലേ, മൈക്ക് ഒരു മിനിറ്റ്. എടുക്കരുത് പ്ലീസ്. മുനീറെ മൈക്ക് എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ മൈക്ക് എടുക്കുന്ന മുനീറെ? നിനക്ക് താഴെ പോയിരിക്കണോ? നിനക്ക് താഴെ പോയിരിക്കണമെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയുള്ളൂ. എടാ, 6 വയസ്സുള്ള കൊച്ചിനെ ഭോഗിക്കാൻ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. നിന്റെ അള്ളാഹുവും മാമൂഞ്ഞും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 6 വയസ്സുള്ള കൊച്ചിനെ പട്ടി പൊതിഞ്ഞ് മാമൂഞ്ഞിനെ കാണിച്ച് ഭോഗിപ്പിച്ച അള്ളാഹു അല്ലേ നിന്റെ അള്ളാഹു? അല്ലേടാ? നീ എന്നിട്ട് ഇവിടെ പറയാൻ വരുന്നോ? കൊച്ചു പിള്ളേരെ പോലും വെറുതെ വിടാത്ത ആളാണ് നിന്റെ അള്ളാഹു മുഹമ്മദും. ഞാനൊരു എന്നിട്ട് ഇവിടെ വന്ന് പറയുന്നു. ആരെങ്കിലും ഒരാൾ ശരി. ഇപ്പോ ആദം ബ്രദർ വേറെ ഒന്നും ആഡം ചർച്ച ബ്രദറല്ല, ആഡം ചെയ്യുന്നില്ല. സാറ്, ബിജു ബ്രദറെ പ്ലീസ് അങ്ങനെ വിളി. ആഡം സാർ. ആദം സാറ് സോറി ആദം സാറേ, നമ്മൾ വേറെ ഒന്നും ചർച്ച ചെയ്യുന്നില്ല. ചാക്കോ പാസ്റ്റർ പറഞ്ഞ കാര്യം മാത്രം ചർച്ച ചെയ്യുന്നു. മുനീറെ, ഞാൻ പറഞ്ഞു നീ എടാ, ബ്ലോക്ക് ആണ്. ആയിഷയുടെ മുല കുടിക്കാൻ പറഞ്ഞു കൊടുത്ത ആളല്ലേ നിന്റെ മുഹമ്മദ്? ആയിഷയുടെ മുല 10 പ്രാവശ്യം കുടിക്കാൻ പറഞ്ഞ ആളല്ലേ നിന്റെ മാമൂഞ്ഞ്? ഇടുക്കല്ലേ എന്തിനാ മുനീറിനെ വീണ്ടും റൂമിലേക്ക് എടുത്തേ? അല്ല, ഞാനൊരു അഭിപ്രായം പറയാം. നമ്മുടെ ചാക്കോ പാസ്റ്റർ എപ്പോഴും ഇവിടെ വരാറില്ല, അദ്ദേഹം വല്ലപ്പോഴേ വരാറുള്ളൂ. അപ്പൊ ഇന്ന് ആഡമുണ്ട്, അവർ തമ്മിൽ ഒരു ചർച്ച നടത്തട്ടെ. നമ്മൾ ബാക്കിയുള്ളവരെല്ലാം എപ്പോഴും വ്യക്തിത്വം ഉള്ളവരാണല്ലോ. അദ്ദേഹം